ഇത് TPM സഭയെക്കുറിച്ചാണ്. ഒരിക്കൽ കാശുകാരനും പൗരപ്രമാണിയുമായ ഒരു വിശ്വാസി TPMൻ്റെ ഒരു പ്രാദേശിക സഭയിൽ അംഗമായിരുന്നു. മക്കൾ 2 പേരും വിദേശത്ത് നല്ല ജോലിയിൽ കുടുംബമായി കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. സഭയ്ക്ക് വാരിക്കോരി കൊടുക്കുന്നയാളായിരുന്നു ഈ കാശുകാരൻ അച്ചായൻ. സഭയുടെ എന്തിനും ഏതിനും ഈ അച്ചായൻ മുൻപിൽ തന്നെയാണ്. സഭയിലൊരു സുവിശേഷ യോഗം നടത്താൻ അങ്ങനെ ഇരിക്കെ പാസ്റ്റർ തീരുമാനിച്ചു. അച്ചായൻ തൻ്റെ സുവിശേഷ യോഗത്തിനുള്ള പങ്ക് നല്ലൊരു തുക മറ്റാരേക്കാളും മുന്നേ പാസ്റ്ററുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. ആരാധന കഴിഞ്ഞു. കാശുകാരൻ അച്ചായൻ പാസ്റ്ററെ പേഴ്സണലായിട്ട് കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ, ഈ പ്രാവശ്യം സുവിശേഷ യോഗത്തിന് നമുക്ക് കാരക്കൽ ജോസിനെ വിളിക്കണം. തൻ്റെ ആഗ്രഹം പറഞ്ഞ് അച്ചായൻ പാസ്റ്ററുടെ മുഖത്തേക്ക് മറുപടിയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇല്ല. പെട്ടെന്നായിരുന്നു പാസ്റ്ററുടെ മറുപടി. സഭയുടെ എന്താവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന തന്നോടാണോ ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്? അച്ചായൻ്റെ രക്തം തിളച്ചു. ഞാൻ കൂടിക്കൊണ്ടിരുന്ന പഴയ സഭയിലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്ന് അച്ചായൻ ആത്മകഥം ചിന്തിച്ച് കാണും. ഒന്നും മിണ്ടാതെ അച്ചായൻ ഹാളിൽ നിന്നിറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സ് അലയടങ്ങാത്ത കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു. വീട്ടിലെത്തി നേരെ സെൻട്രൽ അപ്പച്ചനെ പോയി കണ്ടു. അപ്പച്ച, ഞങ്ങളുടെ അവിടുത്തെ ആ പാസ്റ്റർ, അദ്ദേഹത്തെ അങ്ങ് മാറ്റണം. പ്രായമായവരെ ഒന്നും അദ്ദേഹം മാനിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല. പരാതി കേട്ട അപ്പച്ചനും തോന്നി കഴമ്പുണ്ടാകാം. ഉടനെ പ്രാദേശിക സഭയിലെ പാസ്റ്ററെ വിളിപ്പിച്ചു. അച്ചായൻ്റെ ആരോപണങ്ങളുടെ നിജസ്ഥിതി ചോദിച്ചറിഞ്ഞു. കാര്യമില്ലെന്ന് മനസ്സിലായി. അവസാനം കണ്ടപ്പോൾ അച്ചായൻ പാസ്റ്ററോട് ആവശ്യപ്പെട്ട കാര്യം അദ്ദേഹം സെൻട്രൽ പാസ്റ്ററോട് ഉണർത്തിച്ചു. അച്ചായൻ്റെ കാഞ്ഞ് കുബുത്തി സെൻട്രൽ അപ്പച്ചന് മനസ്സിലായി. ഉടനെ പാസ്റ്ററെ മാറ്റില്ല. വേലക്കാർക്ക് ക്ഷാമമുള്ള കാര്യം അച്ചായനോട് പറഞ്ഞ് സെൻട്രൽ പാസ്റ്റർ തലയൂരി. പണം കൊടുത്ത് സഭയിൽ ആളാകാം എന്ന ചിന്ത TPMൽ നടക്കില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. TPM സഭയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഇഷ്ടം തോന്നുന്നത് അവരുടെ വിശ്വാസ ജീവിതം തന്നെയാണ്. അതിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ ഭൂരിപക്ഷം ശുശ്രൂഷകന്മാരും തയ്യാറല്ല. കഴുകൻ തൻ്റെ കൂടിളക്കി കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിൽ വളരാൻ TPMൽ ശുശ്രൂഷകന്മാരെ പരിശീലിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശുശ്രൂഷകരാകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ വളരെ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവിടും. കയ്യിൽ കാശ് കൊടുക്കില്ല. അവർ ആ സ്ഥലത്തു നിന്നും ആ സ്ഥാനത്തെത്തണം. വിശ്വാസം പഠിച്ചു പോകുന്ന അനുഭവങ്ങൾ. ഇത് വെറും കേട്ടുകേൾവിയാണോ അതോ ഇപ്പോഴും ഇങ്ങനെയുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും വിശ്വാസത്തിൻ്റെ ബാലപാഠം ഇങ്ങനെയാണ് പഠിക്കുന്നത്. ദി പെന്തക്കോസ്ത് മിഷൻ സഭയും സഭാപ്രവർത്തകരും എന്നും വ്യത്യസ്തരാണ്. 40-40 വർഷക്കാലത്തെ എൻ്റെ അനുഭവത്തിൽ മൂല്യച്യുതി ഏറ്റവും കുറഞ്ഞ ഒരേ ഒരു പെന്തക്കോസ്ത് സഭ TPM ആണ്. അക്കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ഭൂരിപക്ഷം ശുശ്രൂഷകരും വിശ്വസ്തരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 20% പേർ അങ്ങനെ അല്ലായിരിക്കാം. എങ്കിലും ബഹുഭൂരിപക്ഷം TPM ശുശ്രൂഷകരും സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തർ തന്നെയാണ്. വ്യക്തിപരമായി ഞാൻ കാണാനിടയായ ഒരനുഭവം പറയാം. ഒരു കടയിൽ നിന്നും സാധനം വാങ്ങാനായി നിൽക്കുമ്പോൾ അവിടെ ഒരു TPMലെ പാസ്റ്റർ നിൽക്കുന്നു. അദ്ദേഹം സാധനമെല്ലാം വാങ്ങി കാശ് കൊടുക്കുന്നു. ചില്ലറയില്ല. കടക്കാരൻ വളരെ ഭവ്യതയോടെ, അച്ഛാ, നാളെ മതി. ഇത് കേട്ടതും പാസ്റ്റർ പറഞ്ഞു, നിങ്ങളെന്നെ സ്വർഗത്തിൽ വിടുകയില്ല അല്ലേ? അത് കേട്ട കടക്കാരൻ അടുത്ത കടയിൽ പോയി ചില്ലറ മാറി നൽകി. ഒരു ചെറിയ സംഖ്യ പോലും കടം പറഞ്ഞ് നിത്യത നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർ. തുടർന്നും ആ സാക്ഷ്യം നിലനിർത്തിപ്പോകാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള ഒരു അനുഭവം മറ്റൊരാൾ TPM ശുശ്രൂഷകളിൽ നിന്നും ഉണ്ടായത് ഫേസ്ബുക്കിൽ കുറിച്ചു. റോയി പതാലിൽ എന്നയാൾ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടത്. ഹൃദയത്തിലുടക്കിയ ഒരനുഭവമായി എനിക്കിത് തോന്നി. പോസ്റ്റ് ഇങ്ങനെയാണ്:
കഴിഞ്ഞ ദിവസം ഒരു TPM പാഴ്സനേജ് വിസിറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ബ്രദറായിരുന്നു. TPMൽ വേലയ്ക്കിറങ്ങുന്ന ദൈവദാസൻ ആദ്യത്തെ 10 വർഷം വരെ ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത്. 10 വർഷം കഴിയുമ്പോൾ മൂപ്പൻ എന്ന ലെവലിലേക്ക് മാറും. വീണ്ടും 10 വർഷമെടുക്കും പാസ്റ്റർ എന്ന പേരിന് അർഹനാവാൻ. അതായത് ഏകദേശം 20 വർഷങ്ങൾ കഴിയണം ബ്രദറിൽ നിന്നും പാസ്റ്ററിലേക്ക് എത്താൻ. ഞാൻ കണ്ടതും സംസാരിച്ചതും ഏകദേശം 10 വർഷം ആയി വേലയ്ക്കിറങ്ങിയ ബ്രദറുമായിട്ടായിരുന്നു. വിശ്വാസത്താലുള്ള തൻ്റെ ജീവിതവും ചില അനുഭവങ്ങളും അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു. ഒരിക്കൽ തൃശ്ശൂർ സെൻറ്ററിലെ ഒരു സഭയിൽ അദ്ദേഹം സഭാശുശ്രൂഷകനായിരുന്ന സമയം ഫെയ്ത്ത് ഹോമിലെ ചില അടിയന്തര മെയിൻ്റനൻസ് പണികൾ അദ്ദേഹത്തിന് ചെയ്യിക്കേണ്ടി വന്നു. എന്തു പണി നടത്തിയാലും പരസ്യമായി പറഞ്ഞ് പിരിവെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി TPMൽ ഇല്ലാത്തതുകൊണ്ട് വിശ്വാസത്താൽ പണി തുടങ്ങി. ഭംഗിയായി അത് പൂർത്തീകരിച്ചു. എല്ലാം കഴിഞ്ഞു. സെൻറ്റർ ഫെയ്ത്ത് ഹോമിൽ സെൻറ്റർ പാസ്റ്ററെ കണ്ട് വിവരങ്ങളൊക്കെ പറയാൻ അദ്ദേഹം അവിടെ ചെന്നു. ഇരുന്നു സംസാരം തുടങ്ങി. പണിയൊക്കെ കഴിഞ്ഞില്ലേ? കടം വല്ലതുമുണ്ടോ? മറ്റു സാമ്പത്തിക ബാധ്യത വല്ലതുമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ മറ്റോ ഉണ്ടോ എന്ന് സെൻറ്റർ പാസ്റ്റർ ചോദിച്ചു. ഇലക്ട്രിക് കടയിൽ ഒരു 30,000 കൊടുക്കാനുണ്ട്. പണം കയ്യിലുണ്ട്. ഒരാഴ്ചയ്ക്കകം തന്നാൽ മതിയെന്ന് കടയുടമ പറഞ്ഞ കാര്യം ദൈവദാസൻ സെൻറ്റർ പാസ്റ്ററെ അറിയിച്ചു. അതുവരെ ഇരുന്ന് മുഖാമുഖം സംസാരിച്ച ബ്രദറെ സെൻറ്റർ പാസ്റ്റർ എഴുന്നേൽപ്പിച്ചു. സെൻറ്റർ ഫെയ്ത്ത് ഹോമിൽ നിന്ന് ഇറക്കി വിട്ടു. കടയിൽ കൊടുക്കാനുള്ള 30,000 കൊടുത്തിട്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഉപദേശി നേരെ കടയിൽ പോയി. കടയുടമയുടെ കടം തീർത്തു. തൻ്റെ ഫെയ്ത്ത് ഹോമിലെത്തിയപ്പോൾ ഒരു വിസിറ്റർ തന്നെ കാത്തിരിക്കുന്നു. പണി നടന്നപ്പോൾ കൂട്ടായ്മ കാണിക്കാൻ സാധിച്ചില്ല. ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കവർ ഉപദേശിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി. കവർ തുറന്നു നോക്കിയപ്പോൾ കൃത്യം 30,000 രൂപ അതിലുണ്ടായിരുന്നു. പിന്നെയും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ ഇവർ അടുത്ത സ്ഥലത്തേക്ക് അവിടെ ഒന്നും കൊണ്ടുപോകാറില്ല. വാഹനങ്ങളായാലും മറ്റ് അസറ്റ്സ് ആയാലും എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകും. പണം മിച്ചമുണ്ടെങ്കിൽ ഒന്നുകിൽ സെൻറ്റർ പാസ്റ്ററെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ പുതിയതായി വരുന്ന ഉപദേശിക്ക് കൈമാറും. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ആ പോസ്റ്റ് അവസാനിക്കുന്നു. പണ്ടൊക്കെ TPMലെ ശുശ്രൂഷകന്മാർക്ക് സ്ഥലം മാറ്റത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്നത് പോസ്റ്റ് കാർഡിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പോസ്റ്റ് കാർഡ് ലഭിച്ചാൽ ഉടനെ തൻ്റെ ബൈബിളും വസ്ത്രങ്ങളും എടുത്ത് അടുത്ത സഭയിലേക്ക്. കെട്ടില്ല, ഭാണ്ഡമില്ല, കൊണ്ടുവിടാൻ ആളില്ല, അമ്പാരിയില്ല. ഇന്നത്തെ സ്ഥിതിയും ഇങ്ങനെയൊക്കെ തന്നെ ആവണം എന്ന് കരുതുന്നു. പൊതുസമൂഹത്തിൽ TPM ശുശ്രൂഷകന്മാർ മാന്യതയോടെ പെരുമാറുന്നു എന്ന് പറയാതെ തരമില്ല. ചില വർഷങ്ങൾക്ക് മുമ്പാണ് സ്വതന്ത്ര സഭയിലെ പ്രശസ്തനും പ്രവാചകനുമായ ഒരു പാസ്റ്റർ തിരുവല്ലയിൽ നിന്നും KSRTC ബസ്സിൻ്റെ ഫുട്ബോർഡിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്തത് ദുഃഖത്തോടെ കണ്ടു നിന്നുപോയി. പൊതുമധ്യത്തിൽ ശുശ്രൂഷയുടെ മാന്യത കാത്തു പരിപാലിക്കുക എന്നത് ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മാധ്യമങ്ങളുടെ മുൻപിൽ പോലും തെറിവിളിയും അട്ടഹാസങ്ങളും പോർവിളിയും നടത്തുന്ന സഭാ ഭാരവാഹികൾ വിലസുന്ന നാട്ടിൽ TPMലെ ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ പോലെ ഉള്ളവരാണ് പെന്തക്കോസ്തു സഭയുടെ മാന്യത അല്പമെങ്കിലും കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറയാതെ വയ്യ. TPM സഭകളിൽ ആഭരണധാരികളായവർക്ക് തിരുമേശ നൽകുന്നു എന്നറിയുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. കേരളത്തിൽ അങ്ങനെ നൽകുന്നതായി അറിയില്ല. TPMലെ എല്ലാം ശരിയാണെന്നർത്ഥമില്ല. എങ്കിലും മറ്റ് സഭകളെപ്പോലെ അച്ചടക്കമില്ലാത്ത ശുശ്രൂഷകന് ചേരാത്ത പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നത് വളരെ കുറവാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.